നമസ്കാരം. 2024 വർഷത്തേക്ക് അനലിസ്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്ന 4 സ്മാൾ ക്യാപ് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ സ്മാൾ ക്യാപ് സ്റ്റോക്കുകൾ 20 മുതൽ 40% റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവയാണ്. ഒന്നാമത്തെ സ്റ്റോക്ക് 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ്. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസിന് DAM ക്യാപിറ്റൽ എന്ന ബ്രോക്കേജ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. സ്റ്റോക്കിന് 1000 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 40% റിട്ടേൺ തരാനുള്ള സാധ്യത. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് എന്ന കമ്പനി സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺസിനും മൈക്രോ എൻ്റർപ്രനേഴ്സിനും ആവശ്യമായ സെക്യൂർഡ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന NBFC സെഗ്മെൻറ്റിലെ ഒരു കമ്പനിയാണ്. ഉയർന്ന ഗ്രോത്ത് റേഷ്യോസും മികച്ച റിട്ടേൺ റേഷ്യോസും അതുപോലെ തന്നെ സ്ട്രോങ് മാനേജ്മെൻറ്റും കമ്പനിയുടെ പ്രത്യേകതയാണ്. 55% ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 735 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 876. 21,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 30.79. 6 മാസം കൊണ്ട് 10% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 21.5% റിട്ടേണുമാണ് 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് നൽകിയിരിക്കുന്നത്. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് എന്ന കമ്പനി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം വളർച്ചാ സാധ്യതയുള്ള NBFC സെക്ടറിലെ ഒരു കമ്പനിയാണ്. 2017 മുതൽ 2021 വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിൽ 65% CAGR കൂടിയുള്ള ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയത്. പ്രധാനമായും അർബൻ, സെമി അർബൻ, റൂറൽ മാർക്കറ്റുകളെ കേറ്റർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ലാൻഡ്, ബിൽഡിംഗ്സ് എന്നിവ കൊളാറ്ററലായി സ്വീകരിച്ചുകൊണ്ട് ബിസിനസ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് കമ്പനി ഫോളോ ചെയ്യുന്നത്. 4 സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലായി 311 ബ്രാഞ്ചുകളും 4000 ജീവനക്കാരും കമ്പനിക്കുണ്ട്. ROE 15%, ROCE 14.4%. 52 വീക്ക് ഹൈ 877. സ്റ്റോക്ക് 735 ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ 480 കോടിയിൽ നിന്നും സെയിൽസ് 519 കോടിയിലേക്ക് ഉയർത്തി നെറ്റ് പ്രോഫിറ്റ് 184 കോടിയിൽ നിന്നും 199 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചു. 72% ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രൊമോട്ടേഴ്സിന് 31.3% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. കഴിഞ്ഞ 3 ക്വാർട്ടറുകളായി പ്രൊമോട്ടേഴ്സ് തുടർച്ചയായി സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. 34.8 നിന്നും 34.3 ഇപ്പോൾ 31.3 പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞു. എന്നാൽ FISൻ്റെയും DISൻ്റെയും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയരുന്നുണ്ട്. 8.7% നിന്നും 10.97% FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗും 4.7% നിന്നും 7.5% DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗും ഉയർന്നു. അതേസമയം പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 52% നിന്നും 50.2% കുറഞ്ഞു. 5 സ്റ്റാർ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 700 പ്രധാന സപ്പോർട്ടും 800 പ്രധാന റെസിസ്റ്റൻസുമാണ്. 800 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 1000 എന്ന ലെവലിലേക്ക് കടന്നേക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് പ്രോട്ടീൻ ഗവേണൻസ് ടെക്നോളജീസ് ലിമിറ്റഡ്. മുമ്പ് NSDL ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കമ്പനി ഇപ്പോൾ പ്രോട്ടീൻ ഗവേണൻസ് ടെക്നോളജി ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ കമ്പനി പ്രധാനമായും പാൻ കാർഡ് ഇഷ്യൂ, ടാക്സ് ഇൻഫ്രാസ്ട്രക്ചർ, റിട്ടയർമെൻറ്റ് ആൻഡ് ഐഡൻറ്റിറ്റി അഥൻറ്റിക്കേഷൻ സർവീസ് തുടങ്ങിയ സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പാൻ കാർഡിൻ്റെയും അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെയും KYCയും പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുക തുടങ്ങിയ ബിസിനസ് മോഡലുകളാണ് കമ്പനിക്കുള്ളത്. കമ്പനി ഡിജിറ്റലൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന തീമിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സ്ട്രോങ് ബാലൻസ് ഷീറ്റാണ് പ്രത്യേകത. 6.5 ബില്യൺ രൂപയുടെ ക്യാഷ് ബാലൻസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ കമ്പനി പ്രധാനമായും പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയാണ്. 45% മാർക്കറ്റ് ഷെയർ പാൻ കാർഡ് ഇഷ്യൂവിലും ടാക്സ് ഇഷ്യൂൻസ് നമ്പർ ഇഷ്യൂ ചെയ്യുന്നതിൽ 58% മാർക്കറ്റ് ഷെയറുമുണ്ട്. ഒരുവിധം പറയുകയാണെങ്കിൽ മൊണോപ്പൊളി കമ്പനിയാണ്. അതേസമയം ഗവൺമെൻറ് റെഗുലേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മൊണോപ്പൊളി കമ്പനിയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 16% ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ പ്രോഫിറ്റ് 33 കോടിയിൽ നിന്നും 34 കോടിയിലേക്ക് കമ്പനി ഉയർത്തുകയും സെയിൽസ് 220 കോടിയിൽ നിന്നും 235 കോടിയിലേക്ക് മെച്ചപ്പെടുത്തുകയും ചെയ്തു. 842 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 7 കോടിയുടെ കടബാധ്യതയാണുള്ളത്. FISന് 2% സ്റ്റേക്ക് ഹോൾഡിങ്ങും DISന് 54% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 43% സ്റ്റേക്ക് ഹോൾഡിങ്ങുമുണ്ട്. സ്റ്റോക്ക് 1200 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ് 1500. മൂന്നാമത്തെ സ്റ്റോക്ക് ഓറിയൻ്റൽ കാർബൺ ആൻഡ് കെമിക്കൽസ്. ഇൻസോല്യൂബിൾ സൾഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരേ ഒരു കെമിക്കൽ കമ്പനിയാണ് ഓറിയൻ്റ് കാർബൺ ആൻഡ് കെമിക്കൽസ്. ഈ കമ്പനി ഒരു മൊണോപ്പൊളി കമ്പനിയും അതുപോലെ തന്നെ മാർക്കറ്റ് ലീഡർ കമ്പനിയുമാണ്. ഇൻസോല്യൂബിൾ സൾഫർ കെമിസ്ട്രിയിൽ
ഡൊമസ്റ്റിക് മാർക്കറ്റിൽ 60% മാർക്കറ്റ് ഷെയറും ഗ്ലോബൽ മാർക്കറ്റിൽ 10% മാർക്കറ്റ് ഷെയറും ഉണ്ട്. കമ്പനി ഇൻസോല്യൂബിൾ സൾഫർ പ്രധാനമായും ടയർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ കമ്പനിയുടെ സ്ട്രോങ് ക്യാഷ് ഫ്ലോയും ഒരു പ്രത്യേകതയാണ്. 1978 എസ്റ്റാബ്ലിഷ്ഡ് ആയ കമ്പനി ഇന്ത്യയിലെ ഒരേ ഒരു ഇൻസോല്യൂബിൾ സൾഫർ മാനുഫാക്ചററാണ്. ഇൻസോല്യൂബിൾ സൾഫർ പ്രധാനമായും ടയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കമ്പനിയുടെ 92% റവന്യൂവും ഇൻസോല്യൂബിൾ സൾഫറിൽ നിന്നും 12% റവന്യൂ സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ഓലിയംസിൽ നിന്നും കമ്പനി ജനറേറ്റ് ചെയ്യുന്നു. ROE 8.4%, ROCE 10.8%, വാല്യൂഷൻ 16.7, 52 വീക്ക് ഹൈ 910. ക്വാർട്ടർലി റിസൾട്ടിൽ 124 കോടിയിൽ നിന്നും സെയിൽസ് 111 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് മാർജിൻ 27% നിന്നും 21% ഇടിഞ്ഞതുകൊണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 17 കോടിയിൽ നിന്നും 9.76 കോടിയിലേക്ക് ഇടിഞ്ഞു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 11%, 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് -12%. 611 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 129 കോടി രൂപയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 51.7% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. FISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 0.6 നിന്നും 0.7 ഉയർന്നിരുന്നു. DISന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 12.8 നിന്നും 11.7 ഇടിഞ്ഞു. പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 34.7 നിന്നും 35.7 ഉയർന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 700, 750 തുടങ്ങിയ സോണുകൾ പ്രധാന സപ്പോർട്ടാണ്. അതേസമയം 800, 900 തുടങ്ങിയ സോണുകൾ പ്രധാന റെസിസ്റ്റൻസുമാണ്. റീസെൻ്റ്ലി സ്റ്റോക്ക് 1250 എന്ന ലെവലിൽ നിന്നും കറക്റ്റായി 750 എന്ന ലെവലിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നു. അവസാന സ്റ്റോക്ക് സെല്ലോ വേൾഡ്. സെല്ലോ വേൾഡിന് 950 രൂപയുടെ ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 20% അപ്സൈഡിലുള്ള ടാർഗറ്റ്. സ്റ്റേഷനറി, ഹൗസ് വെയർ എന്നീ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി വരുന്ന 3 മുതൽ 5 വർഷത്തിനുള്ളിൽ 20% CAGR കൂടിയുള്ള വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ള കമ്പനിയാണ്. അതുപോലെ തന്നെ ഗ്ലാസ് വെയർ മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലേക്കും കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട്. ROE 125%, ROCE 18%, വാല്യൂഷൻ 62.8. സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. 52 വീക്ക് ഹൈ 837, സ്റ്റോക്കിൻ്റെ വില 787. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ 472 കോടിയിൽ നിന്നും 489 കോടിയിലേക്ക് സെയിൽസ് ഉയർത്തി. 25%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ പ്രോഫിറ്റ് 83 കോടിയിൽ നിന്നും 87 കോടിയിലേക്ക് കമ്പനിക്ക് മെച്ചപ്പെടുത്താനും സാധിച്ചു. 880 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 322 കോടി രൂപയുടെ കടമാണുള്ളത്. FISന് 2.78%, DISന് 11.28%, പബ്ലിക്കിന് 7.8% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. പ്രൊമോട്ടേഴ്സിന് 78.06% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. 75% കൂടുതൽ സ്റ്റേക്ക് ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിനുള്ളതുകൊണ്ട് കമ്പനിയിൽ OFS വരാനും സാധ്യതയുണ്ട്. റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയ കമ്പനിയാണ്. 700, 750 തുടങ്ങിയ സോണുകളാണ് പ്രധാന സപ്പോർട്ട്. 800, 825 തുടങ്ങിയ സോണുകൾ പ്രധാന റെസിസ്റ്റൻസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്